ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. വീണ്ടും നിങ്ങളോടൊന്നിച്ച് ആയിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. നമുക്ക് ദൈവത്തിൻ്റെ പാതപ്പെടുത്തെങ്കിൽ ഇങ്ങനെ ഇതേ സമയം തന്നെ ആയിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വെൽക്കം ചെയ്യുന്നു. നമുക്ക് യേശുവിൻ്റെ പാതപ്പെടുത്തെങ്കിൽ അല്പസമയം ഇരിക്കുവാൻ ദൈവം വീണ്ടും ഒരു അവസരം തന്നല്ലോ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ എല്ലായിടവും പ്രാർത്ഥനകൾ ഒത്തിരി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം പ്രവർത്തിക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ദൈവം അങ്ങനെ പറയുന്നു. കർത്താവ് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം അരുളും. God says, call unto me and I will answer you. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇതിൻ്റെ ടൈറ്റിൽ നമ്മൾ ഇട്ടിരിക്കുന്ന അറ്റ് ജീസസ് ഫീറ്റ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. ലൂക്ക് ചാപ്റ്റർ 10 verses 38. പിന്നെ അവർ യാത്ര പോകുകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ളൊരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക് വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല. നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? ലൂക്ക് ചാപ്റ്റർ 10 verses 39 onwards. 39. Yeah. And she had a sister called Mary, who sat at the Lord's feet and listened to his teaching. Who sat at the Lord's feet. Amen. Hallelujah. Listening to his teaching. But Martha was distracted with much serving. Martha was distracted with much serving. And she went up to him and said, Lord, do you not care that my sister has left me to serve alone? Tell her then to help me. But the Lord answered her, Martha, Martha, you are anxious and troubled about many things, but one thing is necessary. Mary has chosen the good portion, which will not be taken away from her. Amen. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വാക്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. അതാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുക്കാനായിട്ടുള്ള കാരണം. Hallelujah. Praise the Lord. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, മറിയ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. Amen. Praise the നമുക്കറിയാം, അന്ന് യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാരുണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് മുമ്പിൽ വരാനോ, അവരൊക്കെയും മാർത്ത ചെയ്തതുപോലെ കിച്ചണിൽ സെർവ് ചെയ്യുകയും പുറകിൽ നിൽക്കുന്നവരുമാരും. എന്നാൽ ഈ മറിയയ്ക്ക് യേശുവിനോടും യേശുവിൻ്റെ വചനത്തോടും ഭയങ്കര സ്നേഹമായിരുന്നു. അവർക്ക് യേശുവിൻ്റെ വചനം കേൾക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ ആൾക്കാരെ ഒന്നും ഭാവിച്ചില്ല. ഞാൻ ചിന്തിക്കുന്നത്, ചിലപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു കാണും, നിനക്ക് പണിയൊന്നുമില്ലേ, അടുക്കളയിൽ പോയി സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു കാണും. അവൾ കേട്ടില്ല. അവൾ യേശുവിൻ്റെ കാൽക്കലിരുന്നു. അപ്പോൾ കർത്താവ് പറയുന്ന മാർത്ത വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു. മാർത്തവെന്ന് പറഞ്ഞു, കർത്താവെ, ഞാനിങ്ങനെ തനിച്ച് കഷ്ടപ്പെടുന്നു, നീ കണ്ടില്ലേ? മാർത്ത ഒരു സിമ്പതി കർത്താവിൽ നിന്ന് പ്രതീക്ഷ. മാർത്ത വിചാരിച്ചു യേശു പറയും, മറിയ നീയോടൊപ്പം ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും എന്നാണ് അവൾ ചിന്തിച്ചത്. പക്ഷെ നമ്മളിവിടെ കാണുന്നത് കർത്താവോട് പറയുന്നത്, കർത്താവുടെ മനസ്സ് നല്ലതായിട്ട് അറിയുന്നത്. കർത്താവ് മാർത്തയോട് പറയുന്നത്, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് 41-ാമത്തെ വാക്യം എന്താ? But the Lord answered her, Yeah. Martha, Martha, you are anxious and troubled about many things. ഒത്തിരി കാര്യങ്ങൾ അവൾ വറീഡായിരുന്നു, ഒത്തിരി ഭാരപ്പെട്ടിരിക്കും. നമ്മളെപ്പോലെ നമ്മൾ ഒത്തിരി വറീഡാണ്, ഒത്തിരി ആങ്സൈറ്റീസ് ഉണ്ട്. എനിക്കറിയാം, നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. യങ് ഫാമിലീസ് ഞങ്ങളെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ സിംറ്റംസ് ഉള്ളവരുണ്ട് എന്ന് എനിക്കറിയാം. ഒത്തിരി മനസ്സ് കലങ്ങി ഭാരപ്പെട്ട് ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ നമ്മൾ കലങ്ങിപ്പോകും. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകൾ, ഈ കാണുന്ന കാര്യങ്ങളും, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ
ഈ വാർത്തകളൊക്കെ പെട്ടെന്നാണ് നമുക്ക് കിട്ടുന്നത്. മറ്റേ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പത്രം കണ്ട് അല്ലെങ്കിൽ പത്രത്തിൽ അല്ലെങ്കിൽ റേഡിയോയിലൂടെ കേട്ടു ഇതിനൊക്കെ സമയം എടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നടക്കുന്നു, ഇമ്മീഡിയറ്റ്ലി നമ്മൾ അറിയും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മനസ്സ് ഒത്തിരി കലങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് കർത്താവ് മാർത്തയോട് പറഞ്ഞ വാക്കുകൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. മേരി ഹാസ് ചോസൺ ദ ഗുഡ് പാർട്ട് ആൻഡ് വിച്ച് ഷൽ നോട്ട് ബി ടേക്കൺ അവേ ഫ്രം. എന്താണ് ആ നല്ല കാര്യം? എന്താണ് നല്ല കാര്യം? അതാണ് 39-ാമത്തെ വാക്യം. മറിയ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു, അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ഈ ലോകത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം തരാൻ യേശുവിന്റെ വാക്കുകൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവമക്കളെ, നമുക്ക് യേശുവിന്റെ പാദപീഠത്തിൽ അല്പസമയം ഇരിക്കാം. ഞാനിങ്ങനെ ചിന്തിച്ചു എന്ത് പങ്കുവെക്കണം. അപ്പൊ യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ വേണമല്ലോ പങ്കുവെക്കാനായിട്ട്. ബൈബിളിൽ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഒത്തിരിയുണ്ട്, ഒട്ടും കുറവല്ല. എല്ലാ തിരുവഴുത്തും ദൈവശാസ്യമാണ്. പക്ഷെ എന്നാലും യേശു പറഞ്ഞ വാക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യേശു ക്രിസ്തു ദൈവമാണല്ലോ, ഈ ലോകത്തിലേക്ക് വന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, യേശു പറഞ്ഞു തുടങ്ങിയ ഏറ്റവും വലിയ കാര്യം ഗിരിപ്രഭാഷണമാണ്, സെർമൺ ഓൺ ദ മൗണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് ഈ സമയം. ഞാൻ ചെറുപ്പകാലങ്ങൾ തൊട്ട് വായിക്കുകയും പല പ്രാവശ്യം വായിക്കുകയും, കാരണം എന്നെ ഇതിലേക്ക് ഒരു ദൈവദാസൻ, ഞാൻ തീരെ ചെറുപ്പമെന്ന് പറയാനൊക്കത്തില്ല. നമ്മളൊക്കെ കേൾക്കുന്ന സാധാരണ മെസ്സേജുകളൊന്നും ഈ ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ വളരെ കുറച്ചേ നമ്മൾ കേൾക്കാം. അപ്പോൾ എന്നെ ഇതിലേക്ക് ചൂണ്ടിക്കാണിച്ചൊരു ദൈവദാസനുണ്ട്, അദ്ദേഹം ഇതിലേക്ക് എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ശരിയല്ലേ, യേശു പറഞ്ഞ വാക്കുകളല്ലേ ഇമ്പോർട്ടൻ്റ്? യേശു നമ്മളോട് പറഞ്ഞ ആ ദൈവരാജ്യത്തിന്റെ വാക്കുകളല്ലേ പ്രധാനം? മറ്റു വേണ്ടെന്നല്ല, പക്ഷെ നമ്മൾ മറ്റ് പലതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ സ്ഥിരം വായിക്കാറുള്ള ചില ഭാഗങ്ങളുണ്ട്. നമ്മുടെ ബൈബിളിലൊക്കെ നടുക്കത്തെ ഭാഗം, സങ്കീർത്തന ഭാഗം മുഴച്ചു നിൽക്കും. കാരണം നമുക്കതൊക്കെ ഭയങ്കര സന്തോഷം. അത് വേണ്ടെന്നല്ല, സങ്കീർത്തനം വേണം, സങ്കീർത്തനം നല്ലതാണ്, അതിനകത്ത് ആശ്വാസമുണ്ട്, അതിനകത്ത് കണ്ണുനീരുണ്ട്, നമുക്ക് ആശ്വസിക്കാൻ ഒത്തിരി വാക്കുകളുണ്ട്. എന്നാൽ യേശുപ്പച്ചൻ നമ്മളോട് പറഞ്ഞ വാക്കുകൾ കേൾക്കാനും നമ്മുടെ മനസ്സും തുറക്കണ്ടേ? അതുകൊണ്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത് ഷെയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് എടുക്കാം മാത്യു ചാപ്റ്റർ 5. It is the Sermon on the Mount. These are the words which Jesus spoke. And we need to listen to that, isn't it? The whole Bible is inspired by God. It's God-breathed. Every portion is important. But we need to give extra importance to the words of Jesus. That's what Mary did. And Jesus appreciated that. Jesus encouraged that. Jesus gave an applause in front of everyone, saying that Mary has chosen the best. നല്ല അംശം തിരഞ്ഞെടുത്ത മറിയെ പോലെ നമുക്ക് യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് നല്ല അംശം തിരഞ്ഞെടുക്കാം. നമ്മളെ ഡ്യൂട്ടിക്ക് പോകേണ്ടവർ കാണും, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ളവരുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മാനസിക ശാരീരിക അവസ്ഥ കർത്താവ് അറിയുന്നു. പക്ഷെ നിങ്ങൾ അല്പനിമിഷം എന്നോട് കൂടി ഇരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഇരിക്കുമെന്ന് എനിക്കറിയാം. ഒന്നാമത്തെ ഗിരിപ്രഭാഷണം നമുക്കൊന്ന് വായിക്കാം. എന്താണ് ഒറ്റ വാക്ക്? മാത്യു 5:3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. Blessed are the poor in spirit, for theirs is the kingdom of heaven. ആമേൻ. ഇത് മാത്രം നമുക്കിന്ന് രാത്രികാലം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തു, നമുക്കറിയാം, ഇതൊരിടത്ത് ഇരുന്നു. പണ്ടത്തെ ടീച്ചേഴ്സ് അവർ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ അവർ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ഇത് അവർ ശിഷ്യന്മാരോട് പറഞ്ഞു എന്ന് മാത്രമായിട്ട് പറയാനൊക്കത്തില്ല. നമുക്ക് ചില ഒരു ഭാഗത്ത് കാണുമ്പോൾ പുരുഷാരം ആശ്ചര്യപ്പെട്ടു എന്ന് പറയുന്നത്, അപ്പോൾ മറ്റു പലരും ഉണ്ടായിരുന്നു. പക്ഷെ പ്രൈമറി ഓഡിയൻസ് യേശുവിൻ്റെ ശിഷ്യന്മാരാണ്, യേശുവിൻ്റെ അപ്പോസ്തലന്മാർ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബ്ലെസ്സഡ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഭാഗ്യവാൻ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അത് ഈ ഗ്രീക്കിലെ ഈ വാക്ക് എന്ന് പറയുന്നത്, ഇത് അരാമ്യ ഭാഷയിലാണ് യേശു ഇത് സംസാരിക്കുന്നത്. ഇത് ഈ ചില വേർഡ്സ് വെർബ് എന്ന് പറയുന്നത് ഗ്രീക്കിലില്ല. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ബ്ലെസ്സഡ് ആറെന്നുള്ള കാര്യം ഇതിന്റെ ഒറിജിനലിലില്ല. അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഓ ദ ബ്ലെസ്സഡ്നെസ് ഓഫ് ദ പൂർ ഇൻ ദ സ്പിരിറ്റ്. ഓ ദ ബ്ലെസ്സഡ്നെസ്. ഇന്ന്
ആദ്യം ഞാൻ അല്പസമയം ഈ ബ്ലെസ്സഡ്നെസ് അല്ലെ ഭാഗ്യം എന്ന് പറയും. നിങ്ങൾ ഈ ഭാഗ്യം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഭാഗ്യം. അവൻ ഭാഗ്യവാനാണ്. ഇന്നാര് ഭാഗ്യവാനാണ്. നമ്മുടെ മലയാളികളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന നിങ്ങളുടെ മനസ്സിൽ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ ചിന്തകൾ വരും. ഭാഗ്യവാൻ, അയ്യോ വലിയൊരു വീട് വെച്ചു, ഭാഗ്യവാൻ. മക്കളെ നന്നായി പഠിച്ചു, ഭാഗ്യവാൻ. നല്ല ജോലിയുണ്ട്, ഭാഗ്യവാൻ. ഏറ്റവും ലേറ്റസ്റ്റ് കാറ് വാങ്ങിച്ചു, ഭാഗ്യവാൻ. അങ്ങനെ നീണ്ടു പോകുന്ന നമ്മുടെ ഭാഗ്യവാൻ നമ്മുടെ മനസ്സിൽ ഒരിക്കൽ പോലും കടന്നു വരാത്തൊരു കാര്യമാണ് ഈ കർത്താവ് യേശുക്രിസ്തു. വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള വാക്കുകളാണ് പറഞ്ഞത്, ഭാഗ്യവാൻ. അപ്പൊ എന്താണ് ഈ ഭാഗ്യവാൻ? ഇത് പറഞ്ഞിരിക്കുന്നത് ഈ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല പറഞ്ഞേക്കുന്നത്. ചിലർ അങ്ങനെ പഠിപ്പിക്കാറുണ്ട്, ഇത് 1000 ആണ്ട് വാഴ്ചയിലേക്കുള്ള ഉപദേശമാണെന്നൊക്കെ. അല്ല, ഇത് കർത്താവ് ആക്ച്വലി പറയുന്നത് ഇതൊരു പ്രവചനമായിട്ടോ ആത്മാവിൽ ധൈര്യർക്ക് ഭാഗ്യം ഉണ്ടാകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആ പ്രസന്റ് ടെൻസാണ് പറഞ്ഞിരിക്കുന്നത്. പാസ്റ്റ് ടെൻസും അല്ല, ഫ്യൂച്ചർ ടെൻസും അല്ല, ഇറ്റ് ഇസ് പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓ ദ ബ്ലെസ്സഡ്നെസ് ഓഫ് ദ പൂർ ഇൻ ദ സ്പിരിറ്റ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ക്രിസ്ത്യാനിക്കുള്ള ഭാഗ്യവർണ്ണനയാണ്. ഇത് ഇപ്പോഴുള്ള ഭാഗ്യാവസ്ഥയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞല്ലോ, സ്വർഗരാജ്യം അവർക്കുള്ളത്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് താൻ പ്രസംഗിക്കാൻ തുടങ്ങിയത് ഇത് തന്നെയാണ്. മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട ദൈവ സംസർഗം മാനവജാതിക്ക് ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട ദൈവ സംസർഗത്തിലേക്ക് മാനവജാതിയെ തിരിച്ചു കൊണ്ടുവരുവാൻ സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യരൂപമെടുത്ത് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു. അപ്പോൾ താൻ പറയുകയാണ്, ഈ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ്, ഈ ഒരു ഭാഗ്യാവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് ആ ഒരു ഭാഗ്യാവസ്ഥയിലാണ് നിങ്ങളായിരിക്കുന്നത്. ഇതിന്റെ പര്യവസാനം എന്ന് പറയുന്നത് കർത്താവ് ദൈവത്തിനടുത്ത് ചെല്ലുമ്പോൾ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെങ്കിൽ ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രസന്റ് ടെൻസ് ആണ്. അതിലേക്ക് ഞാൻ ഇച്ചിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓ ദ ബ്ലിസ് ഓഫ് ബീയിങ് എ ക്രിസ്ത്യൻ, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിന്റെ ഭാഗ്യം, അതിന്റെ സന്തോഷം, അതിന്റെ ആനന്ദം. ഓ ദ ജോയ് ഓഫ് ഫോളോവിങ് ക്രൈസ്റ്റ്, കർത്താവിനെ പിൻപറ്റുന്നതിന്റെ ആനന്ദം, അതിന്റെ ഷിയർ ഹാപ്പിനെസ്, അതിന്റെ സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. യേശുക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്നത്, യേശുക്രിസ്തു നമ്മുടെ രക്ഷകൻ, നമ്മുടെ കർത്താവ്, ആ വാക്കാണ് ഭാഗ്യവാൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ പറഞ്ഞു, ഇവിടെ നമ്മൾ ഇവിടെ വായിച്ച കർത്താവ് ഉദ്ദേശിച്ച കാര്യമാണ്. ആമേൻ. അതുകൊണ്ട് അപ്പോൾ ഈ വാക്ക് ഹാപ്പിനെസ്, ജോയ്, ഇതിന്റെ പല ട്രാൻസ്ലേഷൻ ഞാനിങ്ങനെ പരിശോധിച്ച് ഇതിന്റെ കമന്ററീസ് ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഗ്രീക്കില് ബ്ലെസ്സഡ്നെസ് വേറെ വാക്ക് പറഞ്ഞിട്ടുണ്ട്, മക്കാരിയോസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. അതിനെ പറഞ്ഞിരിക്കുന്നത് പെർഫെക്റ്റ് ഹാപ്പി ലൈഫ്. ഗോഡ്സ് എന്നുള്ള വാക്കുണ്ട്, പെർഫെക്റ്റ് ഹാപ്പി ലൈഫ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദാറ്റ് ജോയ് വിച്ച് ഹാസ് ഇറ്റ്സ് സീക്രട്ട് വിത്തിൻ ഇറ്റ്സെൽഫ്, എ ജോയ് വിച്ച് ഇസ് സെറീൻ ആൻഡ് അൺടച്ചബിൾ ആൻഡ് സെൽഫ് കണ്ടെയ്ൻഡ്, എ ജോയ് ദാറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഓൾ ദ ചാൻസസ് ആൻഡ് ചേഞ്ചസ് ഓഫ് ലൈഫ്. ഞാൻ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യാം, മലയാളത്തിൽ കൂടെ പറയാം. ഈ സന്തോഷം എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് ആ വാക്കിനകത്ത് തന്നെ, ആ ഭാഗ്യമുള്ള വാക്കിനകത്ത് തന്നെ ആ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ബാഹ്യമായ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും ഈ സന്തോഷത്തിന് മാറ്റം വരുത്തില്ല. ആ ഒരു സന്തോഷത്തിലേക്കാണ് കർത്താവ് എന്നെയും നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യാം. ഉദാഹരണത്തിന് ഈ ഹ്യൂമൻ ഹാപ്പിനെസ് അല്ലെങ്കിൽ മാനുഷിക ഭാഗ്യം എന്നൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മാനുഷിക ഭാഗ്യം, മാനുഷിക സന്തോഷം, ഇതെല്ലാം കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഉള്ളതിനനുസരിച്ചൊക്കെയാണ്. ഇത് കൂടിയും കുറഞ്ഞു ഇരിക്കും, അല്ലേ? ഈ ജീവിതം നമുക്ക് തരുന്നത് അപ്പോൾ സന്തോഷമാണ്, അല്ലേ? നമുക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം കിട്ടി, നമുക്ക് പുതിയൊരു സാധനം കിട്ടി, പുതിയൊരു ഫോൺ കിട്ടി, അല്ലെങ്കിൽ ജോലി കയറ്റം കിട്ടി, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു വീട് കിട്ടി, പെട്ടെന്നൊരു ഭയങ്കര സന്തോഷം, പുതിയൊരു ജോലി കിട്ടി. പക്ഷെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ സന്തോഷം പോകും, കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ജോലി പോയി, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ ഈ ലോക സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. എന്നാൽ യേശു തരുന്ന സന്തോഷത്തെ പറ്റി ഞാൻ പറയാം. യോഹന്നാൻ 16:22, ജോൺ 16:22. യോഹന്നാൻ 16:22 എടുത്തോ, നിങ്ങൾ വായിച്ചോ, ഉറക്കെ നിങ്ങൾക്ക് വായിക്കാമല്ലോ വീട്ടുകളിൽ, നിങ്ങൾ ഉറക്കെ വായിക്കുക. യോഹന്നാൻ 16:22.
അങ്ങനെ ആ. നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട്, യെസ് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. യെസ് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല. നോ വൺ said Jesus will take your joy from you. ആരും സന്തോഷം എടുത്ത് കളയുകയില്ല. അപ്പോൾ ഈ ഭാഗ്യവർണ്ണന അല്ലെങ്കിൽ ഈ ബിയാറ്റിറ്റ്യൂഡ്സ്, ഈ അനുഗ്രഹ വചനങ്ങൾ, യേശുക്രിസ്തുവിന്റെ അനുഗ്രഹ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, കഷ്ടതയിലും വേദനയിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും Praise the Lord. നമ്മുടെ ആ സന്തോഷത്തെ ടച്ച് ചെയ്യാൻ, അതിനെ കലക്കിക്കളയുവാൻ, അതിനെ മാറ്റിക്കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കണ്ണുനീരിലും നമുക്ക് ഒരു ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണുനീരുണ്ടെങ്കിലും നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കും, അല്ലേ? ജീവിതത്തിൽ എന്തു വന്നാലും, ജീവനോ മരണമോ, ആ സന്തോഷം അതിനകത്തുനിന്ന് എടുക്കാനൊക്കത്തില്ല, നമ്മളിൽ നിന്ന് എടുക്കാനൊക്കത്തില്ല. ഈ ലോകത്തിലെ സന്തോഷം എന്ന് പറയുന്നത്, ലോകത്തിലെ സന്തോഷം അത് പ്രാപിക്കാൻ പറ്റുന്ന സന്തോഷമാണ്. പണം കൂടുതൽ ഉണ്ടാക്കുമ്പോൾ സന്തോഷം കൂടും. എന്നാൽ അതേ സ്പീഡിൽ തന്നെ പണം പോകുമ്പോൾ ഈ സന്തോഷം ഷൂ എന്ന് പറഞ്ഞു പോകും, അല്ലേ? ആരോഗ്യം ഉള്ളപ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് ചാടുന്നു, നമ്മൾ കളിക്കുന്നു, നമ്മൾ ജിമ്മിൽ പോകുന്നു, നമ്മൾ ചെയ്യാവുന്നൊക്കെ ചെയ്യുന്നു, നമ്മൾ ഭയങ്കര കോൺഫിഡൻറ്റ്, നമ്മൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഒരു ചെറിയ പനി വന്നാൽ മതി, സന്തോഷം പോയി. ചെറിയ ചെവിക്ക് വേന വന്നാൽ മതി, സന്തോഷം പോയി. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകളോടുകൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പെട്ടെന്ന് അത് മാറി, നമ്മുടെ സന്തോഷം പോയി. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഒരു ചെറിയ കാലാവസ്ഥയുടെ ഒരു മാറ്റം വന്നാൽ മതി, നമ്മുടെ സന്തോഷം പോകാൻ അത് മതി, അല്ലേ? കാലാവസ്ഥയിൽ ഒരു ചെറിയ വ്യതിയാനം, നല്ല ക്ലൈമറ്റ്, ഇന്ന് നല്ല ക്ലൈമറ്റാണ്, ഒരു മഴ വെട്ടിക്കഴിഞ്ഞു, നമ്മുടെ മുഖത്തെ സന്തോഷം പോകുമ്പോൾ എല്ലാം ഒരു പെട്ടെന്ന് തണുപ്പ് വന്നു, തീർന്നു. ഇതേ ഉള്ളൂ മനുഷ്യന്റെ സന്തോഷം, ലോകം തരുന്ന സന്തോഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊന്നും അതിനകത്തല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. കർത്താവ് തരുന്ന സന്തോഷം, കർത്താവ് തരുന്ന ഒരു ദൈവത്തിൽ തരുന്ന സന്തോഷം എന്ന് പറയുന്നത്, ഇറ്റ്സ് എ സെറീൻ അൺടച്ചബിൾ ജോയ് വിച്ച് കംസ് ഫ്രം വാക്കിംഗ് ഫോർ എവർ ഇൻ ദ കമ്പനി ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ഒന്നുകൂടെ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സെന്റൻസ്. എ ക്രിസ്ത്യൻ ഹാസ് എ സെറീൻ ആൻഡ് അൺടച്ചബിൾ ജോയ് വിച്ച് കംസ് ഫ്രം വാക്കിംഗ് ഫോർ എവർ ഇൻ ദ കമ്പനി ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. Amen. Praise the Lord. ഒരു ഞാൻ മലയാളത്തിൽ നിന്ന് പറയട്ടെ, ക്രിസ്ത്യൻ ഒരു ദൈവവചനത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര സമാധാനവും, അത് മറ്റൊരു കാര്യത്തിനും അതിനെ തകർക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ യേശുവിന്റെ കരങ്ങളിൽ പിടിച്ച്, യേശുവിനോട് കൂടെ വല്ലപ്പോഴുമല്ല എന്നും നിത്യത വരെ നടക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന സന്തോഷം. Amen. ഈ സന്തോഷം സ്തോത്രം. അനുഭവിച്ച ഒത്തിരി ദൈവദാസന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒത്തിരി പേരുടെ കാര്യം ഞാൻ എടുക്കുന്നില്ല, നമുക്കൊന്ന് ബൈബിളും നോക്കാം. 2 കൊരിന്ത്യർ, പൗലോസിന്റെ ജീവിതം നോക്കാം. പൗലോസ് എന്താ പറയുന്നത്? പൗലോസ് 2 കൊരിന്ത്യർ 5-6 അധ്യായം, 2 Corinthians chapter 6. വീടുകളിൽ നിങ്ങൾ ബൈബിൾ ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും ബൈബിൾ എടുത്താൽ 2 Corinthians chapter 6. ഇത് പറഞ്ഞതിന് മുമ്പ് ഞാൻ പൗലോസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. പൗലോസ് ചരിത്രം പറയുന്നത് അദ്ദേഹം വലിയ പണക്കാരന്റെ മകനായിരുന്നു, റോമൻ പൗരത്വത്തിൽ ജനിച്ചവനായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് റോമൻ പൗരത്വം ഒരു യഹൂദന് ലഭിക്കണമെങ്കിൽ ഒന്നിൽ ഒത്തിരി പണം കൊടുത്ത് വാങ്ങിക്കണമായിരുന്നു. പക്ഷെ പൗലോസ് അത് ജനിച്ചവനാണ്. അപ്പൊ തന്റെ പിതാവ് തൊട്ട് റോമൻ പൗരത്വമുള്ളവരായിരുന്നു. ദാറ്റ് മീൻസ് ഹി വാസ് റിച്ച് ഗായ്. അത് മാത്രമല്ല, താന് തർസോസുകാരനായിരുന്നു. താൻ അവിടുന്ന് വന്ന് തന്റെ ഫാമിലി തന്നെ യെരുശലേമിൽ വചനം പഠിക്കാനായിട്ട് ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച പുള്ളിയാണ്. അപ്പം ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അത് പൊസിഷനും സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളും മഹാപുരോഹിതന്മാരുടെയൊക്കെ അടുത്ത ആള്. ഇങ്ങനെ ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പുള്ളി അടിയറ വെച്ചു. യേശു പുള്ളിയെ കണ്ടു, പുള്ളി കണ്ടു, പൗലോസ് യേശുവിനെ കണ്ടു. എല്ലാം നഷ്ടപ്പെട്ടു. പൗലോസിന്റെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. താൻ പല പ്രാവശ്യം കല്ലേറ് കൊണ്ടു, അടി കൊണ്ടു, പട്ടിണി കിടന്നു. തന്നെ ഒരു പ്രാവശ്യം ആൾക്കാരെല്ലാം കൂടെ എടുത്തിട്ട് അടിച്ചിട്ട് താന് മരിച്ചെന്ന് വിചാരിച്ചവിടെ ഇട്ടിട്ട് പോയി. അപ്പോൾ അങ്ങനെ കപ്പൽ ഛേദം കൊണ്ടാകത്ത് 39 അടി 3 പ്രാവശ്യം കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒത്തിരി അപകടങ്ങളിലൂടെ താൻ കടന്നു. താന് ഇതിൻ്റെ ഇടയ്ക്കൂടെ കടന്നു പോകുമ്പോൾ
താൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തില്ല. അയ്യോ, എൻ്റെ പഴയ ജീവിതം ഭാഗ്യമായിരുന്നു, ഇത് കഷ്ടതയുടെ നിരാശയുടെ ജീവിതം. നിരാശയുടെ ഒരു വാക്ക് നമുക്ക് പൗലോസിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നില്ല. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് എഴുതി എന്താണെന്നറിയാമോ? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. മരണം മുമ്പിൽ കണ്ടിട്ട് മരണം എനിക്കുണ്ടെന്നറിയാം. ഒരു പ്രവാചകൻ പൗലോസിന്റെ അരക്കച്ച എടുത്ത് കെട്ടിയിട്ട് പറഞ്ഞു, നിന്നെ ഇതുപോലെ കെട്ടുമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ, കെട്ടാൻ മാത്രമല്ല അവന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അതായിരുന്നു പൗലോസിന്റെ ആറ്റിറ്റ്യൂഡ്. ഇതാണ് കർത്താവിൽ സന്തോഷിക്കുന്ന ഈ ഭാഗ്യം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗ്യമാണ്. പുള്ളിയുടെ ഒരു അഭിപ്രായം നോക്കാം. 2 Corinthians chapter 6 verses 5 to 10 എന്ന് വായിച്ച്. ചില കൂടുതൽ വാക്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഇരിക്കുകയാണല്ലോ. തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിക്കുന്നവരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, അടുത്തത് ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ആമേൻ. അതാണ് ഈ ഭാഗ്യവർണ്ണന, അതാണ് ഈ ജോയ് എന്ന് പറയുന്നത്. ഒരു ദൈവവേദന്റെ ജോയ് എന്ന് പറയുന്നത് ഇതാണ്. എന്നിട്ട് താൻ 2 Corinthians നമുക്ക് നിൽക്കാം. അതിന്റെ 8-9 അവിടെ പൗലോസ് അതിനു മുമ്പ് നമുക്ക് ഫിലിപ്പ് ലേഖനം 4:12 വായിച്ചിട്ട് തിരിച്ചു വരാം. ഫിലിപ്പ് ലേഖനം 4:12 പൗലോസിന്റെ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. Philippians 4:12 താന് എല്ലാത്തിലും താൻ തൃപ്തനായിരുന്നു. അതാണ് താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമ്മൾ പലപ്പോഴും ഈ 13ാമത്തെ വാക്യം എടുത്ത് നമ്മൾ ഒരു മുദ്രാവാക്യം പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകാനാകുന്നു, അതുകൊണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇതിന് മുകളിലത്തെ വാക്യം വായിച്ചിട്ടാണ് പൗലോസ് പറയുന്നത് എന്താ? താഴ്ചയിലിരിക്കുന്നവാനും അതിന്റെ പറയുന്നത് സമൃദ്ധിയിലിരിക്കുവാനും തൃപ്തനായിരിക്കാനും, വിശപ്പുണ്ട് പക്ഷെ വിശന്നിരിക്കാനും, ബുദ്ധിമുട്ട് അനുഭവിക്കാനും ആരാ ശക്തീകരിച്ചത്? കർത്താവ് ശക്തീകരിച്ചത്. അതാണ് പറയുന്നത് എന്നെ ശക്തനാണ്. ഞാൻ പറഞ്ഞത് he was content. പൗലോസ് content. ആരായിരുന്നു പൗലോസ്? പലരും പറയുന്നത് കപ്പലുടമസ്ഥയുടെ മകനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, വലിയ സ്ഥാനമുള്ള മനുഷ്യനായിരുന്നു. ഒരിക്കലും പട്ടിണി നടക്കേണ്ട ഒരു വ്യക്തി അല്ല താൻ, ഒന്നുമില്ലാതെ നടക്കേണ്ട ഒരു വ്യക്തി അല്ല താൻ. പക്ഷെ തന്റെ ജീവിതത്തിൽ ഭയങ്കര കണ്ടന്റ്മെന്റ്. ഇനി നമുക്കൊരു കാര്യം നോക്കാം. 2 Corinthians 8:9 നമ്മുടെ കർത്താവിനെ പറ്റി ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. അപ്പൊ നമുക്കറിയാമല്ലോ എന്താണെന്ന്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഇതിൽ അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു. 2 Corinthians 8:9 For you know the grace of our Lord Jesus Christ, that though he was rich, yet for your sake he became poor, so that you by his poverty might become rich. യേശുക്രിസ്തു ലോകത്തിൽ, നമുക്കറിയാമല്ലോ യേശുക്രിസ്തു ആരാണ്? ദൈവം. ഈ ലോകത്തിലേക്ക് വന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞു, താൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ കുറുക്കന് കുഴിയുണ്ട്, പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലയായപ്പനിടയിൽ. പക്ഷെ യേശുക്രിസ്തു ഒരിക്കൽ പോലും ആരോടും പറഞ്ഞില്ല, കംപ്ലൈന്റ് പറഞ്ഞായിട്ട് നമ്മൾ കാണുന്നില്ല. യേശുക്രിസ്തു കരഞ്ഞിട്ടുണ്ട്. പക്ഷെ യേശുക്രിസ്തു കരഞ്ഞത് വീടില്ലാത്തതുകൊണ്ടോ തലയയക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടോ ഇതൊന്നുമല്ല യേശുക്രിസ്തു കരഞ്ഞത്. യേശുക്രിസ്തു ആൾക്കാർ ദൈവാനം കേൾക്കാത്തത് കൊണ്ടും യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളഞ്ഞത് കൊണ്ടും ഒക്കെ യേശുക്രിസ്തു കരഞ്ഞു. അതുകൊണ്ട് യേശുക്രിസ്തു കരഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തു he was full of joy. കർത്താവിന്റെ ജീവിതം നോക്കി, എന്തൊരു ബ്ലെസ്സഡ് ലൈഫായിരുന്നു. അപ്പോൾ ആ കർത്താവാണ് പറയുന്നത്,
Blessed are the poor in the spirit. It is not some wistful glimpses of some future beauty. ഇത് ഭാവിയിൽ സംഭവിക്കാനുള്ള ഒരു വലിയ പ്രവചനമൊന്നുമല്ല. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആക്ച്വലി ഇത് യേശുക്രിസ്തുവിന്റെ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ശിഷ്യന്മാർക്കുള്ള, ദൈവമക്കൾക്കുള്ള ഒരു അടിസ്ഥാനപരമായ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ മാഗ്ന കാർട്ട എന്നൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ ഇത് വളരെ ഒരു ആശ്ചര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? അല്ലേ? ബ്ലെസ്സഡും പൂവറും, ദാരിദ്ര്യവും ഭാഗ്യവും കൂടെ ഒന്നിച്ചു വരുന്നു. നിങ്ങൾക്ക് തോന്നിയില്ലേ? ഈ പൂവർ എന്ന് പറഞ്ഞ വാക്ക്, ദാരിദ്ര്യം എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പൂവർ എന്ന് ആക്ച്വലി 2 വാക്കുകൾ ഗ്രീക്കിൽ ഉപയോഗിക്കും. അതിനകത്ത് ഒരു വാക്കെന്ന് പറഞ്ഞ് കഷ്ടിച്ച് വകയുള്ളവർ, ജോലി ചെയ്ത് അന്നന്നത്തെ കിട്ടുന്ന വകയുള്ള ഒരാൾ. അടുത്ത വാക്കെന്ന് പറയുന്നത് ടോക്കോസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. അത് പറയുന്നത് ആബ്സല്യൂട്ട് പോവർട്ടി. പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം കൊണ്ട് മുട്ടുമടക്കപ്പെട്ട ഒരു വ്യക്തി, അതുപോലെ ദരിദ്രന്റെ വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ അതൊന്ന് പാരഫ്രൈസ് ചെയ്താൽ വായിക്കട്ടെ. ബ്ലെസ്സഡ് ഇസ് ദ മാൻ ഹു ഇസ് അബ്ജക്ട്ലി ആൻഡ് കംപ്ലീറ്റ്ലി പോവർട്ടി സ്ട്രിക്കൺ. കംപ്ലീറ്റ് ആയിട്ട് ഒന്നുമില്ലാത്ത, ഇത് ഭൗതികമായ ദാരിദ്ര്യത്തെ പറ്റി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കടന്നു വരുന്നത്. നിങ്ങൾ ചിന്തിക്കരുത്, അയ്യോ ഇട്ടിട്ട് പോകരുതേ, നിങ്ങളിപ്പോൾ ചിന്തിക്കരുത് അയ്യോ ഇത് ദാരിദ്ര്യമാണ്. അതല്ല ഞാൻ പറയുന്നത്. പവർട്ടി ഗോസ്പൽ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ആത്മാവിൽ ദരിദ്രത്തെ പറ്റിയാണ്. ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ പൂവർ എന്ന് ഉദ്ദേശിക്കുന്ന കാര്യം എബ്രായ ഭാഷയിൽ, എബ്രായിൽ അത് നോക്കുമ്പോൾ ഹംബിൾ അല്ലെങ്കിൽ താഴ്മയുള്ള അല്ലെങ്കിൽ സഹായത്തിന് വേണ്ടി കേഴുന്ന ഒരു മനുഷ്യന്റെ ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ അല്ലെങ്കിൽ നമ്മൾ പഴയ നിയമം പരിശോധിക്കുമ്പോൾ പലയിടത്തും നമ്മൾ വായിക്കും. ഉദാഹരണത്തിന് ഈ എളിയവൻ നിലവിളിച്ചു. സങ്കീർത്തനം 34:6 പറയുന്നു, ദിസ് പോർ മാൻ ക്രൈഡ്. അല്ലെ? പലയിടത്തും ഈ എളിയവൻ നിലവിളിച്ചു എന്ന് മലയാളത്തിൽ പറയുന്നെല്ലാം ദിസ് പോർ മാൻ ക്രൈഡ്, ദ ലോർഡ് ഹേർഡ്. ആ പൂർ മാൻ എന്ന് പറയുന്നിടത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിസ്സഹായനായ ഒരു മനുഷ്യൻ, വേറെ ഒരാളെ സഹായിക്കാനില്ലാത്ത മനുഷ്യൻ, ഏറ്റവും താഴ്മയുള്ള മനുഷ്യൻ, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെയാണ് ദരിദ്രനായ, ആത്മാവിൽ ദരിദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 മീനിങ്ങുകൾ ഒന്നിച്ച് നമ്മൾ പരിശോധിച്ചാൽ അത് ഇപ്രകാരം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. Blessed is the man who has realized his own utter helplessness and who has put his whole trust in God. ഞാൻ ഒന്നുകൂടെ പറയാം. ആരാണ് ഭാഗ്യവാൻ? ആരാണ് ഭാഗ്യവാൻ? തങ്ങളുടെ നിസ്സഹായാവസ്ഥ, തങ്ങളുടെ ഒന്നുമില്ലാത്ത അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു മനുഷ്യനാണ് ആത്മാവിൽ ദരിദ്രൻ. ഹല്ലേലൂയ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്. ഈ പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് മറ്റു മനുഷ്യരൊന്നും ആശ്രയമില്ല, ദൈവം മാത്രമേ ആശ്രയമുള്ളൂ. അതിനകത്ത് സംഭവിക്കുന്ന 2 കാര്യങ്ങൾ അതിനകത്ത് സംഭവിക്കും. ഒന്ന്, ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും പുള്ളി ആശ്രയിക്കത്തില്ല. കാരണം പുള്ളിക്കറിയാം രക്ഷയില്ലെന്ന്, അതിലൊന്നും ആശ്രയിച്ചൊരു കാര്യമില്ലെന്ന് പുള്ളിക്കറിയാം. നമുക്ക് ആ ഒരു റിയലൈസേഷൻ നമ്മുടെ ജീവിതത്തിൽ വരണം. ഈ കൊറോണ വൈറസ് അങ്ങനെ അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവന്നെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിപ്പം മാത്രമല്ല, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് കാണും. കർത്താവേ എനിക്ക് കഴിയത്തില്ല, കർത്താവേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, കർത്താവേ ഞാൻ എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്കൊക്കത്തില്ല എന്ന് പറഞ്ഞ് സമ്പൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയാണ്. ആമേൻ. അവനറിയാം, രണ്ടാമത്തെ കാര്യം അവന് മനസ്സിലാക്കുന്നത്, അവനറിയാം ദൈവം മാത്രമേ അവന് പ്രത്യാശയും ശക്തിയും സൗഖ്യവും ബലവും തരാൻ കഴിയത്തുള്ളൂ. ആമേൻ. മറ്റൊന്നും ആമേൻ തൻ്റെ ജീവിതത്തിൽ യാതൊരു ഒരു രക്ഷയ്ക്കോ യാതൊരു ആശ്വാസത്തിനും ഉതകുന്നതല്ല. God is everything. Rest everything is nothing. God means everything. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് ദരിദ്രനായി തീരണമെന്ന് നിങ്ങൾ എല്ലാവരും ദരിദ്രമായി തീരണമെന്നല്ല ഞാൻ പറയുന്നത്. അതല്ല, ആത്മാവിൽ ദരിദ്രനായി തീരുക എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്.
അവരുടേതാണ് സ്വർഗരാജ്യം. Theirs is the kingdom of God. ഈ ദൈവരാജ്യത്തിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ കർത്താവിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം. എന്താണ്? നിന്റെ രാജ്യം വരണമേ. ആ പ്രാർത്ഥനയ്ക്കകത്ത് പറയുന്നുണ്ട്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ലെറ്റ് ദൈ വിൽ ബി ഡൺ ഓൺ എർത്ത്. അപ്പം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നമ്മൾ ചേർക്കുകയാണെങ്കിൽ ദൈവരാജ്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ഹിതം നടക്കണം, അല്ലേ? സോ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, ഗോഡ്സ് വിൽ ഷുഡ് ബി ഡൺ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ദൈവ ഇഷ്ടം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ദൈവരാജ്യത്തിൽ ദൈവ ഇഷ്ടം ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഞാൻ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കട്ടെ. എങ്ങനെയാണ് സാധിക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. ഞാനത് ആദ്യം ഇംഗ്ലീഷ് ഒന്ന് പറയാം. We can do God's will when we realize our utter helplessness, our utter inability to cope with life, when we put our whole trust in God. അതാണ് ഈ നമ്മൾ ചിന്തിച്ച ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. സ്വർഗരാജ്യം അവർക്കുള്ളത്. തങ്ങളുടെ നിസ്സഹായത തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശയും ആശ്രയം വെച്ച് പൂർണ്ണമായി ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും അനുസരിക്കാൻ തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അവനാണ് ഭാഗ്യവാൻ. അവന് ആണ് ദൈവരാജ്യം, അല്ലെങ്കിൽ സ്വർഗരാജ്യം അവർക്കുള്ളത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവിനോട് പറയാം, കർത്താവേ, ഞങ്ങളുടെ കഴിവുകൊണ്ടൊക്കത്തില്ല, ദൈവേഷ്ടം ചെയ്യാൻ ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടൊക്കത്തില്ല, അങ്ങയുടെ വചനം അനുസരിക്കാൻ ഞങ്ങളുടെ സ്വന്തം ബലം കൊണ്ടൊക്കത്തില്ല. വി ആർ അട്ടർലി ഹെൽപ്ലെസ്. ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല കർത്താവേ. ഓർക്കുക, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. നമുക്കെപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം, എനിക്കും പറ്റുന്ന കുഴപ്പം ഇതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലാൻ ബി, നമുക്ക് പ്ലാൻ ബി ഉണ്ട്. പക്ഷെ പ്ലാൻ ബി ഒന്നും വേണ്ട. കർത്താവേ, നീ അല്ലാതെ എനിക്ക് ആരുമില്ല. കർത്താവെ, എന്നെ സഹായിപ്പാൻ നീ അല്ലാതെ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് രാത്രികാലം നമുക്ക് ദൈവസ്ഥനെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിച്ച്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്, പ്രിയമുള്ളവരെ. വി ആർ ബ്ലെസ്സഡ് പീപ്പിൾ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം, നമ്മുടെ ആ ഭാഗ്യം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ലോകത്തിൽ ആർക്കും എടുക്കാൻ പറ്റത്തില്ല എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ആ ഭാഗ്യം, ആ സന്തോഷം, ദാറ്റ് ഇസ് നോട്ട് സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. അത് സംഭവിക്കും, നമ്മൾ കർത്താവിന്റെ രാജ്യത്തിൽ ചെല്ലും, അത് ഫൈനൽ. പക്ഷെ ഇപ്പം നമ്മൾ ആ രാജ്യത്തിലാണ്. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം അവിടെയല്ല ഇവിടെയല്ല, നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ യു ആർ ഓൾറെഡി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ആമേൻ. നിങ്ങൾ ആ ഭാഗ്യാവസ്ഥയിലാണ്. അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ പറ, കർത്താവേ, എന്റെ കഴിവുകൊണ്ട് നടക്കത്തില്ല, എന്റെ മിടുക്കൊണ്ട് നടക്കത്തില്ല കർത്താവേ, ഞാൻ എന്നെ തന്നെ നിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് കർത്താവിനോടൊന്ന് പറയാമോ? ആമേൻ, ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്.